നീ ശോഭചന്ദ്രയെ പോലെ ഒരു നല്ല നർത്തകിയാകും. അവരാണ് എന്റെ ആദ്യ ഗുരു. എനിക്കും അവരെ പോലെ ആകണം. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. അവരെ കാണുമ്പോ എനിക്ക് എന്റെ അമ്മയെ പോലെ തോന്നുന്നു. അത് കണ്ടോ, അമ്മ എന്ന പേരിന് മേലെ ആരെങ്കിലും തുപ്പോ? അവനൊരു മനുഷ്യനാണ്. അതിന് അവനൊക്കെ വല്ല ബോധവും വേണ്ടേ? ഏയ്, കണ്ണു കാണില്ലടാ നിനക്ക്. ഈ എഴുതിയേക്കുന്ന നീ കണ്ടായിരുന്നു? ഓ, തുപ്പും. ഞാൻ ഇനിയും തുപ്പും. അതിന്റെ പേരിൽ ഉടക്കാനാണോ നിന്റെ ഭാവം? നീ ഫയൽമാനാണെന്നാണോ നിന്റെ വിചാരം? നോക്കടാ, നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇനിയും തുപ്പും. അയ്യോ, എന്റെ അണ്ണനെ അടിക്കുന്നോടാ നീ. എന്നെ കൂടി എടുത്ത് അടിക്കുന്നോടാ നീ. ഞാൻ കാണുക എന്റെ അനിയനെ നീ തല്ലുമോ? അമ്മ ഇപ്പൊ നിനക്ക് അമ്മയെ കാണാൻ പറ്റിയോ? അത്രയും പവിത്രമായൊരു വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഏയ്, നിന്നെ എന്നെയും പിന്നെ പ്രപഞ്ചത്തിലെ ഓരോരുത്തരെയും, ഓരോ ജീവനെയും ഉദരത്തിൽ ചുമന്ന് പ്രാണൻ നൽകിയത് അമ്മയാണടാ. അങ്ങനെയുള്ള അമ്മയെ നീ അപമാനിക്കുന്നോടാ. നിനക്ക് അമ്മയുണ്ടോടാ? ആ അമ്മയുടെ വില അറിയാമെങ്കിൽ തുടയ്ക്കതാ, തുടയ്ക്ക. ചേട്ടാ, കർച്ചീപ്പില്ല ചേട്ടാ. നിന്റെ ഷർട്ട് ഉണ്ടല്ലോടാ, അത് വെച്ച് തുടയ്ക്കാം. വേഗം തുടയ്ക്കും, വേഗം. അപ്പയ്യനെ ആരായാലും കൊള്ളാലോ. അവനെ ഒരു പാഠം പഠിപ്പിച്ചു. അമ്മയെ ഇങ്ങനെ സ്നേഹിക്കുന്നവൻ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കും. ഇവൻ ആരെ കല്യാണം കഴിച്ചാലും അവള് വലിയ ഭാഗ്യവതിയാ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്? അങ്ങേ സേവിക്കുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് ഈ ലോകത്ത് വേറെന്തിനാ ഉള്ളതേട്ടാ?
മീര അവിടെ തന്നെ നിന്ന് എന്താ? അത് പിന്നെ നിങ്ങൾ എന്തോ കാര്യമായിട്ട് സംസാരിക്കാണെന്ന് തോന്നി. അതൊന്നും സാരമില്ല, നീ വാ. അത് പിന്നെ നിങ്ങൾ രണ്ടാളും ഇപ്പൊ എവിടേക്കും പോകുന്നില്ലല്ലോ. എന്താ കാര്യം? രണ്ടുപേരും വീട്ടിൽ തന്നെ കാണുമല്ലോ. എന്താ പ്രശ്നം? അതെ, അവരെല്ലാവരും ഇപ്പൊ ഇങ്ങെത്തും. അതിന് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പെണ്ണ് കാണാൻ വരുന്ന നിന്നെ അല്ല മീര, നിന്റെ മോളെയാ. എന്നാലും നിങ്ങളുണ്ടെങ്കിലല്ലേ എനിക്ക് ധൈര്യമുള്ളൂ. ഈ നേരത്ത് ഞങ്ങൾ ഇവിടുന്ന് പോവോ? ഇത് കേട്ടപ്പോ എനിക്ക് സമാധാനമായി. ആ, ഇതില് ഏത് സാരി എനിക്ക് ചേരുക? ഇതെടുത്തോ. ഞാനും ഇത് ഉടുക്കാന്ന് തന്നെയാ വിചാരിച്ചത്. എന്നാലും ഏട്ടത്തി പറയുമ്പോഴല്ലേ എനിക്കൊരു ധൈര്യമുള്ളത്. നിന്റെ കാര്യം അവിടെ നിക്കട്ടെ. ഇന്ദുന്റെ സാരി കടയിൽ വെച്ച് മറന്നില്ലേ? ഷോപ്പിൽ പോയി അത് എടുത്തിട്ട് വരണ്ടേ? അതെ അതെ, അത് കടയിൽ നിന്ന് എടുത്തോണ്ട് വരാൻ ഞാൻ ചാരി വിട്ടിട്ടുണ്ട്. നിന്റെ മോനോ? നന്നായിരിക്കുന്നു. പെണ്ണ് കാണലിന്റെ കാര്യത്തിന് അയച്ച അവൻ കല്യാണത്തിനായിരിക്കും വരുന്നത്. പാവം ചാരി, ഒറ്റ ചക്രം കയ്യിലെടുക്കാനില്ലാതെ 2 ചക്രം ചവിട്ടണമല്ലോ ദൈവമേ. എന്റെ കഷ്ടപ്പാടുകളൊന്നും കാണാൻ ഒരൊറ്റ മനുഷ്യനും ഇല്ല. ഛേ, നശിച്ച ജീവിതം. പറഞ്ഞു വരുമ്പോ എന്താ, അച്ഛൻ കോടീശ്വരൻ, വലിയ കോടീശ്വരൻ. അതുകൊണ്ട് എന്ത് ഗുണം? എന്തേലും ഒരു കാര്യത്തിന് പോണെങ്കിലോ ഈ പൊട്ട സൈക്കിൾ തന്നെ ശരണം. ഛേ, ഈ സൈക്കിളിൽ ഇരുന്ന് സൈറ്റ് അടിക്കാൻ നോക്കിയാ ഉള്ള വില കൂടി പോകും. കമോൺ ചാരി, തിങ്ക് 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 തിങ്ക്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ കോസ്മെറ്റിക് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് അല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നടന്നു പോയാൽ എങ്ങനെയാ? ഇങ്ങനെ വെയിലത്തൊക്കെ ഇറങ്ങി നടന്ന നിങ്ങൾ മോഡൽസിന്റെ ഗ്ലാമർ ഒക്കെ പോയില്ലേ? യാ, മറ്റാരൊന്ന് കേട്ടിയാ ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളെ കുറിച്ച് തന്നെയാ. ഓ ഷിറ്റ്, ഇത്രയും ഗ്ലാമർ ഉള്ള നിങ്ങൾ ഇതുവരെ മോഡലിംഗ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ലല്ലോ. ഓ സാഡ്, വെരി സാഡ്. എന്നെ പോലുള്ള ആർട്ട് മേക്കറുടെ കണ്ണി പെട്ടിരുന്നെങ്കിൽ ഈ നേരത്ത് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് മോഡലുകൾ നിങ്ങളായിരുന്നേനെ. യാ, സീരിയസ്ലി. വൺ സെൽഫി പ്ലീസ്. ഈ സൈക്കിൾ തന്റെയാ? എന്താടാ എന്നെ കണ്ട ഈ സുന്ദരി കുട്ടികൾ കൂടെ ഉള്ളണ്ടാ? എന്റെ റേഞ്ച് അതൊന്നും അല്ലടാ, ഇതാണ് എന്റെ റേഞ്ച്. ഓ ഓക്കെ, താങ്ക് യു സാർ. സൈക്കിളാ. അതാ സൈക്കിൾ അയാളുടേതല്ല. അതിനത് നിങ്ങളുടെ അല്ലല്ലോ. ആണ്, എന്റെ അല്ല. എന്നാലും സൈക്കിൾ എന്റേതല്ല. ഇത് ഈ കാറാണ് എന്റേത്. പക്ഷെ സൈക്കിൾ. എക്സ്ക്യൂസ് മീ, യെസ് സാർ MG റോഡ് വരെ ഒന്ന് ലിഫ്റ്റ് തരുമോ? എന്തിന്? ഞാനെന്തിനാ ലിഫ്റ്റ് തരുന്നേ? ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ലിഫ്റ്റ് തന്നാലും മതി. ഞാൻ ആർക്കും ലിഫ്റ്റ് തരില്ല, കണ്ടൂടെ? ഞാൻ നല്ല ബിസിയാ. ഈ കാർ നിന്റെ അപ്പന്റെ വകയാണോടാ? മാറാ. ഒരു മുതലാളി വന്നേക്കുന്നു. ഈ കാർ എന്റെയാ. വലിയ കോർപ്പറേറ്റ് സ്വപ്നങ്ങളൊക്കെ അല്ലേ നീ പറഞ്ഞോണ്ടിരുന്നേ? നീ ഒരു ഫ്രോഡ് ആണല്ലോ. പോടി പോടി, ഇവിടെ എന്താ വേറെ പെണ്ണുങ്ങളില്ലേ? നിങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും? ദൈവമേ, എന്റെ സൈക്കിള് പോയല്ലോ. എന്റെ അമ്മോ, സൈക്കിളില്ലാതെ വീട്ടിൽ പോയ അമ്മായി എന്നെ കൊന്നുകളയല്ലോ. ഇനിയിപ്പോ അവനെ പൊക്കണല്ലോ. ഡേയ് ഡേയ്,
ഡേയ് ഡേയ് എന്റെ സൈക്കിൾ തടാ. എന്റെ അമ്മോ. എന്താടാ ഇത്? സൈക്കിള് നിന്റെ അപ്പൂപ്പന്റെ വകയാണോടാ? പിന്നെ നിന്റെ അപ്പൂപ്പന്റെ ആണോ? ഡേയ് എന്റെ ആടാ. എന്റെ മുമ്പിൽ നിന്ന് തന്നെ നീ എടുത്തോണ്ട് പോടാ. നിനക്ക് കാറുണ്ടല്ലോ. അയ്യോ അത് എന്റെ അല്ലടാ മണ്ട. ഈ സൈക്കിൾ നിന്റേതല്ലെന്നല്ലേ നീ പറഞ്ഞത്? ഓ ഇത് എന്റെ ആടാ. താടാ. ഇല്ല, താടാ. തരില്ലടാ. താടാ. ആ നിക്ക് നിക്ക്. 2000 രൂപ തന്നാ സൈക്കിൾ തരാം. 2000? ഉം. നീ 1500 തരാടാ. ശരി. അയ്യോ നേതവനെയാണോ കണി കണ്ടത്. ഈ ദിവസം കുളമായി കിട്ടി. ഇന്നാ കൊണ്ടുപോ. എന്നാ പിടിച്ചോ. ബാഗ് എന്റെ ആടാ. ഇതിന് 1000 രൂപ. ഓ ഇവനെ ഓ നിന്നെയൊക്കെ. ഏട്ടാ ഏട്ടാ, അമ്മായി അമ്മായി. നിങ്ങൾ വാതിൽ എന്തിനാ കുറ്റിയിട്ടിരിക്കുന്നേ? നിന്റെ ടെൻഷൻ കണ്ടോണ്ടിരിക്കണ്ടേ? എന്ന് വെച്ചാ നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ ഇല്ലേ? ഒന്നും നമ്മുടെ കയ്യിലല്ലാന്ന് എപ്പോഴേ എനിക്ക് മനസ്സിലായി. നിനക്ക് ടെൻഷൻ ഉണ്ടെന്ന് വെച്ച് ഞങ്ങൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? ഈ വീട്ടിൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല. ബിന്ദു ബിന്ദു ബിന്ദു. ആ അമ്മേ, ഇന്ദു എവിടെയാ? അവള് റെഡി ആയിക്കൊണ്ടിരിക്കുക അമ്മേ. ഇനി റെഡിയാവാത്തത് എന്താ? അവളോട് പുറത്തേക്ക് വരാൻ പറ. അവള് പുറത്തുനിന്നാ വരേണ്ടത്. ആ, അപ്പോ അവൾ ഇവിടെ ഇല്ലേ? അവളിപ്പോ എത്തുമല്ലോ അമ്മേ. പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് അവൾ ഇത് എവിടേക്കാ പോയിരിക്കുന്നേ? അപൂർവമായിട്ടെത്തി വന്ന് ചോദിച്ചാ ഞാൻ ഇനി എന്താ പറയാ? ഇതുവരെ ഓഫീസിലേക്ക് പോയില്ലേ? ഇന്ന് ഇന്ദുവിന്റെ പെണ്ണ് കാണലല്ലേ? എന്ത് പെണ്ണ് കാണല്ലേ? ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഓഫീസിൽ പോകാതിരിക്കാൻ അവരെല്ലാം എത്തുമ്പോ വന്നാ മതി. ആ ഇന്ദു എവിടെ? അവള് റെഡിയായോ? എന്തു പറ്റി? ചേച്ചി മുറിയിലില്ല അമ്മ. മുറിയിലില്ലെന്നോ അതോ വീട്ടിൽ തന്നെ ഇല്ലെന്നോ? അവളിപ്പോ എത്തേട്ടത്തി. ബുദ്ധിയുണ്ടോ നിനക്ക്? പെണ്ണ് കാണാൻ ആളുകൾ വീട്ടിൽ വരുമ്പോ പെണ്ണ് ഇവിടെ ഇല്ലെങ്കില് എന്താ അതിനർത്ഥം? ഈ സമയത്ത് അവൾ എവിടേക്കാ പോയത്? ഇനി എന്ത് ചെയ്യാൻ പോവാ? നീയും നിന്റെ ഭർത്താവിനെ പോലെ ഒരു ഉത്തരവാദിത്തമില്ലാതെ പെരുമാറരുത് മീര. ഇതാണോ നീ എന്നെ കണ്ട് പഠിച്ചത്? ശരി കൃഷ്ണ, ഇന്ദുവിനെ കുറിച്ച് വരുന്നവർക്കറിയാവോ? എന്റെ സുഹൃത്ത് കൊണ്ടുവന്ന ആലോചന. എന്റെ സുഹൃത്താണ് ഈ ആലോചന കൊണ്ടുവന്നത്. അവന് നല്ല പരിചയമുള്ള കൂട്ടരാണ്. കാര്യങ്ങളൊക്കെ അവനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഓ ശരിക്കും ഈ പെണ്ണ് എന്താ കരുതിയിരിക്കുന്നെ? ഇത് കല്യാണമൊന്നുമല്ല, വെറും ഒരു പെണ്ണ് കാണലും മാത്രമാ. നിന്റെ മോള് നക്ഷത്രം കൂടെ പോയിട്ടുണ്ട്. എന്താ? നക്ഷത്രം കൂടെ പോയിട്ടുണ്ടോ? അപ്പോ എന്റെ മകളെ ഡിസിപ്ലിൻ ഇല്ലാത്തവളാക്കി മാറ്റാൻ തീരുമാനിച്ചു അല്ലേ? ഞാൻ എത്തിപ്പോയി. വേഗം വാ. ടൈമിംഗ് ആടാ. ഇവരുടെ മുമ്പേ തന്നെ ഒന്ന് പെട്ടല്ലോ. എന്താടാ എപ്പ പോയതാ നീ? ഇപ്പോഴാണോ വരുന്നേ? അപ്പൊ പോയായിരുന്നു, ഇപ്പൊ ഒന്ന് പെട്ടു. ഇപ്പോഴും വരണ്ടായിരുന്നു, നാളെ വന്നാ മതിയായിരുന്നു.
ദേ നോക്കിയേ, നക്ഷത്ര ഇന്ദു ഒന്നിച്ചിങ്ങെത്തിയല്ലോ. ഇവിടെ സുന്ദരിയായിട്ടുണ്ടല്ലോ. മോളെ നക്ഷത്ര, ഇവിടെ നല്ല ഭംഗിയായിട്ടുണ്ട്. മോള് ആരും കണ്ണു വയ്ക്കാതിരിക്കട്ടെ. ഇതിപ്പോ മിസ്റ്ററി ആണല്ലോ സിസ്റ്റർ. മിസ്റ്ററി അല്ല മിസ്റ്റർ, മിറാക്കിൾ. ഇന്ദു, ഇത് നീ തന്നെയാണോ? എന്ത് രസമായിരിക്കുന്നു നിന്നെ ഇപ്പൊ കാണാൻ. അതെ, ശരിക്കും തിളങ്ങുന്നുണ്ട്. ഭർത്താവിന്റെ വീട്ടിലേക്ക് മുഖം കഴുകാതെ പോകുമായിരിക്കും അല്ലേ? തലയിലൂടെ ഒരു കുടം വെള്ളം ഒഴിച്ചാ പോകുന്നത് നിന്റെ ഈ മേക്കപ്പ് മാത്രമായിരിക്കില്ല, കുടുംബത്തിന്റെ അഭിമാനം കൂടിയാ. ശരിക്കുള്ള നിറം എല്ലാവരും കണ്ടു കഴിഞ്ഞാ അതിന്റെ നാണക്കേട് ആർക്കാ ഉണ്ടാവാ? നിങ്ങളുടെ ചേട്ടന് തന്നെ അല്ലേ? നിന്റെ ചേട്ടന്റെ അഭിമാനം കളയുന്ന ഒരു കാര്യവും ഈ വീട്ടിൽ നടക്കാൻ പാടില്ല. മനസ്സിലായല്ലോ അല്ലേ? മോളെ എന്തു ചെല പോയി ആ മേക്കപ്പ് ഒക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയായിട്ട് നീ ആയിട്ട് വാ. വരുന്നവര് എന്റെ മരുമകളുടെ മനസ്സ് കണ്ടുവേണം സ്വീകരിക്കാൻ, അല്ലാതെ നിറം കണ്ടിട്ടല്ല. ഏട്ടത്തി പറഞ്ഞത് തന്നെയാ കറക്റ്റ്. നേരത്തെ ഇന്ദു സുന്ദരിയായിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞേ? അപ്പോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഏട്ടത്തി പറയുന്നതാ കൂടുതൽ ശരിയെന്ന് എനിക്ക് തോന്നുന്നേ. ഒന്നോ രണ്ടോ മണിക്കൂറല്ല, 3 മണിക്കൂർ എടുത്തു നിന്നെ ഇങ്ങനെയൊന്ന് ഒരുക്കിയെടുക്കാൻ. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ദാറ്റ്സ് ഓൾ. എന്റെ റെസ്പോൺസിബിലിറ്റീസ് ഓവർ. അല്ല, എന്റെ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞപ്പോ നീ എന്തുകൊണ്ടാ ഒന്നും തിരിച്ചു പറയാതിരുന്നത്? അതെ, എനിക്കിതൊക്കെയാ ഇഷ്ടമെന്നും കല്യാണം കഴിഞ്ഞാല് ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് പോവെന്നും അതിലൊക്കെ എന്നെ ഇപ്പോ ആര് തടയാനാ? അങ്ങനെ നിനക്കങ്ങ് ചോദിച്ചൂടായിരുന്നോ? എങ്കിൽ പിന്നെ നീ കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു. നിന്റെ ഈ പേടി കാരണം ഉണ്ടല്ലോ, അതുപോലെ വഴക്കം കേട്ട് അവസാനം പെണ്ണ് കാണാൻ വന്നവര് വന്നതുപോലെ തിരിച്ചു പോകുമ്പോ ഏങ്ങി ഏങ്ങി കരഞ്ഞു. എനിക്കിപ്പോ എന്താ? നിന്റെ പ്രോബ്ലം നിന്റെ കളറല്ല, നിന്റെ മൈൻഡ് സെറ്റാ. അത് മാറുന്നത് വരെ നിന്റെ തലയിലെഴുത്തും മാറത്തില്ല. എന്താടാ ഇവിടെ നടക്കുന്നേ? എത്ര കാലം ഇതിങ്ങനെ പോവും? അമ്മേ ഒന്ന് പതുക്കെ. അപൂർവ കേൾക്കുമെന്നാണോ?
കേൾക്കട്ടെ. കേട്ടാൽ ഇറങ്ങി പോകാൻ പറയും, അത്രയല്ലേ ഉള്ളൂ. എന്റെ കാര്യമാണെങ്കിൽ ഞാൻ എന്റെ മൂത്ത മരുമകളോടൊപ്പം സുഖമായിട്ട് ജീവിക്കും. എന്തിനമ്മേ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ? നീ ഒരു പാവമായതുകൊണ്ടല്ലേ ആ അപൂർവ നിന്നെ ഇങ്ങനെ ഒരു പാവ പോലെ തട്ടി കളിക്കുന്നേ. നിന്നെ നിന്റെ ആദ്യ ഭാര്യയോടൊപ്പം വിടാതെ എന്നെയും മൂത്ത മരുമകളോടൊപ്പം വിടാതെ പിടിച്ചു വച്ചിരിക്കുവല്ലേ. ഇതെന്ത് ന്യായോ? അതെ, അന്യായമാണ്.